സമിഷ ആൻഡ് സാൻവിക, വെൽക്കം ടു ഷോ. ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെയാണ് ആ ഡാൻസും ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നത്. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു. ചേച്ചിയാണോ അനിയത്തിക്ക് ഡാൻസ് പഠിപ്പിച്ചൊക്കെ കൊടുത്ത സ്റ്റാർട്ടിങ്ങില്? അത് അവള് താനെ പഠിക്കും. എത്ര ഏജിലാ പഠിച്ചത്? അവൾക്ക് 2 വയസ്സൊക്കെ ആകുമ്പം എൻ്റെ ഡാൻസിന്റെ വീഡിയോസ് കണ്ട് അവളെന്നെ. ഡാൻസോ? അനിയത്തിക്ക് എത്ര ഏജ് ഉണ്ട്? 5 വയസ്സ്. വീട്ടിലിങ്ങനെയല്ലല്ലോ. ചേച്ചി പറഞ്ഞു കുറച്ചൊക്കെ. ചേച്ചിക്ക് പാര വെക്കാറുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്? ഇപ്പൊ കുറച്ചു നേരത്തെ ഞാൻ കണ്ടു മേക്കപ്പ് റൂമിൽ ചേച്ചി ഫോൺ യൂസ് ചെയ്യുന്ന അമ്മയോട് പറഞ്ഞത്. സംശയം ഇപ്പൊ ഒരു പാട്ട് പാടാൻ പോ ചേച്ചിക്ക് വേണ്ടിട്ട്. ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? എന്നാ പാടിക്കേ. സ്റ്റേജിൽ കളിക്കുമ്പോ താഴെ നോക്കി കളിക്കും. സ്കൂളിന്റെ പേര് പറഞ്ഞ. സ്കൂളിന്റെ പേരെന്താ? എന്നെ കണ്ട് പേടിയായിട്ട് തോന്നുന്നുണ്ടോ? ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ. 2 പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിച്ചു, പിന്നെ ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട് അമ്പോ എന്താ വേണം നമ്മൾ ചിരിക്കുന്നൊക്കെ. അന്ന് മഴവിൽ മഴ പോയപ്പോഴേ ഈ നവ്യ ചേച്ചി കണ്ടപ്പോ എന്താ തോന്നി? നവ്യ ചേച്ചി ഒത്തിരി എന്തോ സംസാരിച്ചില്ലേ? എന്താ സംസാരിച്ചന്ന്? പാട്ട് പഠിപ്പിച്ചു. വേറെ എന്തായിരുന്നു? പാട്ട് പഠിക്കാൻ പറഞ്ഞു. ശരി, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറ. ശ്രീനിക, ചാരു, ഓക്കെ. ബോയ്സ് ഇല്ലേ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാ? ആരെ ഇഷ്ടം? മമ്മൂട്ടി സാറിനെയാണോ ഇഷ്ടം? ആണ്. ഇപ്പോഴെങ്കിലും ഡാൻസിൽ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് മോള് കരഞ്ഞിട്ടുണ്ടോ? കിരീടത്തിനിപ്പോ കരഞ്ഞോ? ഓന്ന് ചിരിച്ചോണ്ട് പറയുന്നു. ഡാൻസിന്റെ മുദ്രാസൊക്കെ അറിയോ? എന്നാ അത് പറയോ ചേച്ചിക്ക്? പതാക, തൃപ്പതാക, അത്രപതാക ഒന്ന് പറഞ്ഞു തരുമോ? ഹായ്, ഞാൻ അശ്വതി. ഫൺ വിത്ത് സ്റ്റാറിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മഴവിൽ മനോരമയിൽ കിള്ളി എന്ന പ്രോഗ്രാമിൽ വൈറലായതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ റീൽസിലും ഒക്കെ ഇപ്പൊ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന 2 ചുണക്കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സമിഷ ആൻഡ് സാൻവിക, വെൽക്കം ടു ഷോ. ഹായ് ചോടാ. ഓക്കെ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. ബാർബി ഡോളിനെ പോലെ ഉണ്ടല്ലോ കാണാൻ. ആരാ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തെന്ന്? എന്താ? ചേച്ചി. വീട്ടില് ഭയങ്കര ബഹളമാണെന്നൊക്കെയാണല്ലോ ചേച്ചി പറഞ്ഞത്. ഓക്കെ. അപ്പോ 2 പേരും എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങില് ഡാൻസിലോട്ടൊക്കെ വന്നത്? അത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമില് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് കിടിലം എന്ന പ്രോഗ്രാമില് വിളിച്ചതാണ്. അപ്പോ സമിഷയ്ക്ക് എത്ര ഏജ് ഉണ്ട്? ഇപ്പൊ 5 വയസ്സാവാനെ. സമിഷ പറയട്ടെ. സമിഷ എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചിയുടെ ഒന്നും മിണ്ടത്തില്ല? മിണ്ടു. എന്നാ പിന്നെ പറ, സമിഷയ്ക്ക് എത്ര ഏജ് ഉണ്ട്? 5 വയസ്സ്. വീട്ടിലിങ്ങനെയല്ലല്ലോ. ചേച്ചി പറഞ്ഞു കുറച്ചൊക്കെ. ചേച്ചിക്ക് പാര വെക്കാറുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്? ഇപ്പൊ കുറച്ചു നേരത്തെ ഞാൻ കണ്ടു മേക്കപ്പ് റൂമിൽ ചേച്ചി ഫോൺ യൂസ് ചെയ്യുന്ന അമ്മയോട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ചു അപ്പൊ നന്നായിട്ട് സംസാരിക്കും. ഇവിടെ വന്നിപ്പോ എന്തൊന്നും മിണ്ടാത്തേ? ലൈറ്റ് കണ്ടിട്ടാണോ? ഓക്കെ. അപ്പൊ ചേച്ചിയാണോ അനിയത്തിക്ക് ഡാൻസ് പഠിപ്പിച്ചൊക്കെ കൊടുത്ത സ്റ്റാർട്ടിങ്ങില്? അത് അവള് താനെ പഠിക്കും. എത്ര ഏജിലാ പഠിച്ചത്? അവൾക്ക് 2 വയസ്സൊക്കെ ആകുമ്പം എൻ്റെ ഡാൻസിന്റെ വീഡിയോസ് കണ്ട് അവളെന്നെ സ്വയം ചെയ്യാൻ തുടങ്ങും. 2-2.5 വയസ്സൊക്കെ ഡാൻസോ? സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞോ അമ്മയോട് എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന്? പറഞ്ഞു. സംശയം ഒത്തിരി ഫാൻസ് ഉണ്ട്, അറിയോ? ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ട്. സംസാരിക്കാറുണ്ടോ വന്നിട്ട് ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്? സംസാരിക്കാറുണ്ട്. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എവിടെ പോയാലും ഇവിടെ അറിയാം എല്ലാവർക്കും. ചേച്ചിയെക്കാട്ടി അനിയത്തിക്കാണ് ഫാൻസ് കൂടുതലല്ലേ പൊതുവേ. ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെയാണ് ആ ഡാൻസ് ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോ സാൻവിക ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലാണ്. ഞാൻ 8ാം ക്ലാസ്സിലേക്കാണ്. 8ാം ക്ലാസ്സിലേക്കാണ്. അപ്പം സാൻവിക എപ്പോഴാണ് ഡാൻസിലോട്ടൊക്കെ വന്നേ? ഞാൻ 2ാം ക്ലാസ്സിലായപ്പം ഞാൻ ഡാൻസിൽ മാവൂരുള്ള
കലാധരണി എന്ന് പറയുന്ന ഡാൻസ് സ്കൂളിൽ സോന ടീച്ചർ എടുത്ത് ചെയ്യാം. ചെയ്തു. ഓക്കെ. അപ്പം സാൻവിക ഡാൻസ് പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടാണോ നിങ്ങള് പിന്നെ മഴവില്ലോട്ടൊക്കെ പോയത്? അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. എനിക്കൊരു ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് ഞങ്ങള് കിഡ്ലത്തിലേക്ക് പോയത്. ഓക്കെ. ഒരു 3 വയസ്സ്. ഓക്കെ, 3 വയസ്സ് തൊട്ടേ ഉണ്ട്. സാൻവിക പാട്ട് പാടുമെന്നൊക്കെ കേട്ട്. പാട്ട് പാടുവോ? പാട്ട് പാടും. സംശയം ഇപ്പൊ ഒരു പാട്ട് പാടാൻ പോ ചേച്ചിക്ക് വേണ്ടിട്ട്. ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? എന്നാ പാടിക്കേ. അങ്ങ് വാനക്കോടില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമടന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വെളിഞ്ഞു കേറി തുരത്തിൽ എന്തു പതുങ്ങിയല്ലോ, താനക്കുളത്തുള്ളൊര ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിടം വാവേ, കഥ കേട്ട് മെല്ലെ മെയ് പൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചേ കളിയാടെ വളര് വളര്. സൂപ്പറായിട്ട് പാടിയല്ലോ. അപ്പൊ സംസാരിക്കാൻ പറ്റില്ല, പാടാൻ പറ്റുമല്ലേ? പാട്ട് ഫുള്ള് പഠിച്ചല്ലോ. എങ്ങനെ പഠിച്ച്? ആരെങ്കിലും പഠിപ്പിച്ചു തന്നെയാണോ? എന്താ? സിനിമ കണ്ടിട്ട് പഠിച്ചാണോ? ഇപ്പൊ ഡാൻസ് മാത്രമല്ല, പാട്ട് ഞങ്ങൾക്ക് ഫുള്ള് പാടുന്നു. എനിക്ക് പോലും ഫുള്ള് ലൈൻസ് അറിയത്തില്ല. അച്ചടാ, എന്തായിരുന്നു ആ ഡാൻസ് ആ കിടിലൻ പ്രോഗ്രാമില്? ഞാൻ ഞെട്ടിപ്പോയി. നമ്മള് കണ്ണെടുക്കത്തില്ല മോളെ മോത്തിന്ന്. സൂപ്പറായിട്ട് കളിച്ച. എല്ലാവരും പറഞ്ഞായിരുന്നു അടിപൊളിയായിരുന്നു എന്ന്. ഒത്തിരി പേര് പറഞ്ഞു. അപ്പൊ എന്ത് തോന്നി പറഞ്ഞപ്പോ? സൂപ്പറാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ തോന്നി? ഭയങ്കര ഹാപ്പി ആയോ? എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും? 8 വയസ്സിന് വ്യത്യാസമുണ്ട്. 8 വയസ്സ്. അപ്പൊ ഒരു ചേച്ചി ഒരു അമ്മയെ പോലെ അല്ലേ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തുവാ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ ഡാൻസ് ഒക്കെ അടിപൊളിയാന്ന്? ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ടോ? ആണോ? അപ്പൊ എന്ത് പറയും? താങ്ക് യു പറയും? ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ പ്രോഗ്രാംസ് കണ്ടിട്ട്? ഉണ്ടോ? ഉണ്ടോ? അങ്ങ് തലയാട്ടോ, എല്ലാം അങ്ങ് തലയാട്ടുവാ. സ്കൂളിൽ നിന്നും അവിടെ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഓക്കെ, എന്തൊക്കെ ഗിഫ്റ്റാ കിട്ടിയിട്ടുള്ളത്? അല്ലാതെ എന്തെങ്കിലും നമ്മളെ കുഞ്ഞുകുട്ടിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ എങ്ങനെ ഡ്രസ്സോ ഡോളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ചേച്ചി എനിക്കിവിടെ ആരും ഒന്നും തരുന്നില്ലല്ലോ. ഈ മഴവില്ല് പ്രോഗ്രാമിൽ എങ്ങനെയാ വന്നത് ആക്ച്വലി? അത് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങള് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് വിളിച്ചതാണ്. ഓക്കെ. അപ്പം ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ. 2 പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിച്ചു, പിന്നെ ഒന്ന് ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട്. അമ്പോ എന്തോ വേണം, നമ്മൾ ചിരിക്കും നോക്ക്, എന്തോ വേണം. അപ്പൊ ഈ ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങള് ഒരുമിച്ചാണോ ഡാൻസ് സ്കൂളിൽ പോകുന്നത്? അല്ല, അനിയത്തി പഠിക്കുന്നത് നമ്മളെ പൂവാട്ടുപറമ്പുള്ള അനില മിസ്സിന്റെ അടുത്താണ്, കലാഞ്ജലി ഡാൻസ് സ്കൂളിലാണ്. ഞാനും മാവൂര് സോന മിസ്സിന്റെ അടുത്ത്. അത് രണ്ടും 2 സ്ഥലത്ത് പഠിക്കുന്നേ? അത് അവളെ സ്പോൺസർ ചെയ്തു. ഓ പൊന്നോ. ഓക്കെ, അങ്ങനെയായിരുന്നു. അപ്പൊ സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ? ആ, സ്കൂളിലും അമ്പലങ്ങളിലൊക്കെ. അമ്പലത്തിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയി ഡാൻസ് കളിച്ചെന്നൊക്കെ കേട്ടു. ഞങ്ങള് കേക്കരക്കാവ് അമ്പലത്തില് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടാണ് ആക്ച്വലി വൈറലായത്. ഓക്കെ. വൈറലായപ്പോ കൂടുതൽ ആൾക്കാര് ഫോക്കസ് ചെയ്ത് നമ്മളെ സംശയമായിരുന്നു. അപ്പം എല്ലാവരും വന്നിട്ട് സംശയം ഭയങ്കരമായിട്ട്. കാരണം ഈ ഒരു ഏജിൽ ഒരു 3 വയസ്സിൽ ഇത്രയും ഭയങ്കരമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നും അല്ല. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ? അല്ല. ഓക്കെ. അപ്പോൾ ഈ നിങ്ങൾ ഈ ഡാൻസ് പഠിച്ചിട്ട് അതിനാണല്ലോ മറ്റേ മഴവിൽ മനോരമയിൽ പോയല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ.
അത് കോമഡി ഉത്സവത്തിൽ കോമഡി ഉത്സവത്തിലൊക്കെ. പിന്നെ അത്തമ്പത്ത് രുചിയിൽ ഓക്കെ. മഴവിൽ ഫുൾ ബിസി ഷെഡ്യൂൾ ആയിരുന്നു അപ്പൊ ഈ പ്രായത്തിൽ. ഒരു 5-4 വയസ്സിൽ ബിസി ആവേന്നൊക്കെ പോയാൽ ഞാനൊക്കെ ആ പ്രായത്തിനോട് സിപ്പപ്പ് കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ. അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലേ ഈ കാര്യത്തിൽ? ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. അങ്ങനെ ഒരു തലയേട്ടൻ പറഞ്ഞു, അമ്മ പറഞ്ഞായിരുന്നു അങ്ങനെ പറയണോന്ന്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ വരുമ്പോ പറയാനായിട്ട്? ഒന്ന് പറയാൻ കേക്കട്ടെ. അമ്മ സൈഡിൽ നിന്ന് ആലോചിക്കും ഒന്നും പറയല്ലേ. എന്താ പറഞ്ഞ അമ്മ? ഒച്ചയില് പാടി, പക്ഷെ ഒച്ചയില് സംസാരിക്കുന്നില്ല. എന്താ അമ്മ ഒച്ചയില് സംസാരിക്കാൻ പറയാത്ത? വേറെന്തൊക്കെ പറഞ്ഞ അമ്മ? ഒന്നും പറഞ്ഞില്ല. എന്നാലും അമ്മ ഒന്നും പറയാതിരിക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞേ? അവിടെ നോക്കല്ലേ, ഇവിടെ നോക്കി പറ. സ്കൂളിന്റെ പേര് പറഞ്ഞ. സ്കൂളിന്റെ പേരെന്താ? എന്നെ കണ്ട് പേടിയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ. ഇല്ല. അപ്പൊ ഇനി എന്തെങ്കിലും മൂവി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റീസ്? വന്നിട്ടില്ല, പക്ഷെ വന്നാ പോവും ഉറപ്പായിട്ടും. ഓക്കെ. അപ്പം ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങേണ്ട പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്. ഓക്കെ. അതിൽ എത്ര സബ്സ്ക്രൈബ് ഉണ്ട്? അപ്പോൾ ഒരു 21K സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട്. ഓക്കെ. കുഞ്ഞുമോക്കാണോ ഏറ്റവും ഫാൻസ് ഉള്ളത് പുറത്ത്? ഇൻസ്റ്റയിലൊക്കെ ആരെങ്കിലും വന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ടോ പുറത്ത് പോകുമ്പോ? നീ തലയാട്ടൽ വന്ന് നീ സംസാരിക്കണം. സംസാരിക്കുന്നില്ല, അങ്ങ് തലയാട്ടുക. സെൽഫി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മോളെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര ഇതാണ്. അപ്പൊ എല്ലായിടത്തും സംസാരിക്കുവോ? അപ്പോഴും ഭയങ്കര മടിയാണ്, സംസാരിക്കാനൊക്കെ മടിയാണ്. ഭയങ്കര ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഡാൻസ് കളിച്ച് കാണിച്ചു തരുമോ? ചേച്ചിക്ക് ഡാൻസ് 2 സ്റ്റെപ്പ് പഠിപ്പിച്ചു. ചേച്ചി ക്ലാസിക്കൽ ഡാൻസ് ഒന്നും അറിയത്തില്ല, ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഭയങ്കര ഫാനാണ്. പഠിപ്പിച്ചു തരുമോ? പഠിപ്പിച്ചു തരും. ഓക്കെ. ഓക്കെ. അപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേക്ക് രണ്ടുപേരും എപ്പോഴെങ്കിലും ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? സെയിം സ്കൂളാണ് രണ്ടുപേരും? ഞാന് മാവൂര് GP സ്കൂളാണ്. അനിയത്തി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം. ഇപ്പം സ്കൂളിൽ പോകുമ്പം ഇപ്പൊ ഫാൻസും കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഓക്കെ. എന്താ ഇപ്പൊ അവര് പറയുന്നത്? എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണെന്നോ അതോ റീൽസ് ഇഷ്ടമാണെന്നാണോ? അവര് ഞങ്ങളെ കാണുമ്പോ വലിയ ആളെ കണ്ട പോലെ ഒരു ഫീലുണ്ട്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. ഇങ്ങനെ കലാതിലകം ആവണം അല്ലെങ്കിൽ വലിയൊരു ഡാൻസർ ആവണം. നമ്മളിപ്പോൾ നവ്യ നായർ ചേച്ചിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ അന്ന് പ്രോഗ്രാമിന്? അതുപോലെ ഒരു വലിയൊരു അല്ലെങ്കിൽ ശോഭന മാമിനെ പോലെ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആവണം, എൻ്റെ ഫ്യൂച്ചർ അതാണ്, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഇതാണോ തിങ്ക് ചെയ്യുന്നത്? ഒരു ക്ലാസിക്കൽ ഡാൻസർ ആവണം, ഡാൻസ് ടീച്ചർ ആവണോ, ഡാൻസ് സ്കൂളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വല്ലതും ആണോ? ഇപ്പോഴത്തെ ജനറേഷനിൽ ആക്ച്വലി ഞാൻ അങ്ങനെ കുറവാണ് കേൾക്കുന്നത്. ഇപ്പം എല്ലാവരും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു മോഡൽ ആവണം, അങ്ങനെയൊക്കെ കേട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും ഈ ഒരു ഇതിൽ എനിക്കൊരു ഡാൻസർ ആവണം അല്ലെങ്കിൽ ഡാൻസ് ടീച്ചർ ആവണം എന്ന് കേൾക്കുന്നത് ഭയങ്കര റെയറാണ്. അത് അങ്ങനെ എൻ്റെ മൈൻഡ് മാറ്റാതെ എങ്ങനെ തന്നെ കൊണ്ടുപോക്കണം. അപ്പം വീട്ടിലെന്താണ് രണ്ടുപേരുടെയും ഒരു മെയിൻ ഹോബീസ് ചെയ്യുന്നത്? വീട്ടില് ഡാൻസ്, പാട്ട്, ഇത് തന്നെ. വേറെ TV കാണാറുണ്ടോ? TV ആണോ കാണുന്നത്, ഫോണാണോ യൂസ് ചെയ്യുന്നത്? ഫോണ്. ആരാ ഫോൺ തരുന്നത്? അമ്മയാണോ ഫോൺ തരുന്നത് യൂസ് ചെയ്യാൻ? ചേച്ചിയുടെ തലയെ കൊണ്ടുവയ്ക്ക. ചേച്ചിയാണോ ഫോൺ കൊടുക്കുന്നത്? നീയാണോ ഫോൺ കൊടുക്കുന്നത് യൂസ് ചെയ്യാൻ? തരാറില്ല. കാർട്ടൂൺ ആണോ കാണുന്നത്? കാർട്ടൂൺ ഡോറ ബുജിയെ കാണുമെന്നൊക്കെ പറയുന്നത് അമ്മ. ഡോറ ബുജി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷോർട്സാ വേണ്ടേ. അങ്ങനെ ഒരു തല്ലുംപിടിയാണ്. ടിവിക്ക് റിമോട്ടിനൊക്കെ വഴക്കിടാറൊക്കെ ഉണ്ടോ? ടിവിക്ക് ഇപ്പൊ സിഗ്നൽ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ ടിവി എങ്ങനെ ഇല്ല, ഫോണാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ. ഓക്കെ. അന്ന് മഴവിൽ മനോരമ പോയപ്പോഴേ ഈ നവ്യ ചേച്ചി കണ്ടപ്പോ എന്താ തോന്നി? നവ്യ ചേച്ചി ഒത്തിരി എന്തോ സംസാരിച്ചില്ലേ? എന്താ സംസാരിച്ചന്ന്? പാട്ട് പഠിപ്പിച്ചു. വേറെ എന്തായിരുന്നു? പാട്ട് പഠിക്കാൻ പറഞ്ഞു. വേറെന്തൊക്കെ പറഞ്ഞു? ഡാൻസ് നല്ല രസം. അവിടെ എന്താ ഡബിങ് ആണോ? അവിടെ ഡബിങ് ആണ്. വേറെന്തൊക്കെ പറഞ്ഞു? വേറൊന്നും പറഞ്ഞില്ല. ചേച്ചി പാട്ട് പാടും അപ്പം? ഇല്ല, എനിക്ക് ഡാൻസ് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ. സ്കൂൾ ടൈമിൽ എപ്പോഴെങ്കിലും
ഈ പ്രോഗ്രാം ഈ വൈറലാവുന്നതിന് മുമ്പ് സ്കൂളിൽ ആരെങ്കിലും ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയാണ് നിനക്ക് ഇതുപോലെ എന്തെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല? സ്കൂൾ കലോത്സവത്തിലൊക്കെ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഒക്കെ എങ്ങനെയായിരുന്നു കലോത്സവത്തിന്? ഫസ്റ്റ്, സെക്കൻഡ്? സെക്കൻഡ്, പിന്നെ ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് ആണ്. ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് ഒക്കെയാണ്. ഇപ്പൊ നിങ്ങൾ മോഹിനിയാട്ടം, ഭരതനാട്യം? ഞാന് ഭരതനാട്യം കളിക്കുന്നു, മോഹിനിയാട്ടം, അടവുകളൊക്കെ ചെയ്യും. ഓക്കെ. ഡാൻസിന്റെ മുദ്രാസ് ഒക്കെ അറിയോ? എന്നാ അത് പറയോ ചേച്ചിക്ക്? പതാക, തൃപ്പതാക, അത്രപതാക അത് പറഞ്ഞു തരുമോ? പറഞ്ഞു തരുമല്ലോ. ചേച്ചിക്ക് ചേച്ചി കുറച്ച് അറിയോ? പതാക, തൃപ്പതാക, അർത്ഥപതാക, കരത്തരി മുഖം, മയൂരം, അർത്ഥചന്ദ്രൻ, അർത്ഥചന്ദ്ര, പുഷ്ടി, ശിഖരം, മുഷ്ടി, ചേച്ചിക്കല്ലേ പറഞ്ഞിരുന്നേ? ശിഖരം, കപിത്തം, കടകമുഖം, സൂചി, ചന്ദ്രകര, പത്മപുഷോ. എന്നാ ചേച്ചി എന്തെങ്കിലും ഒരു മുദ്ര പറയും. ഇപ്പം കാണിക്കുന്നു, എനിക്ക് കേൾക്കുന്നില്ല, അങ്ങനെ ചെയ്യോ? എന്നാ ഒരു മുദ്ര പറ. ഓക്കെ, അടുത്ത് സൂചി, സൂചി, ചന്ദ്രക്കര, ചന്ദ്രകര, അരാള, പതാക, അർത്ഥപതാക, ഇങ്ങനെ മറന്നു. ഇവിടെ വന്ന് അത് മറന്നു. എന്താ ഒന്നും മിണ്ടാത്തേ? സ്കൂളിൽ മിണ്ടു ഫ്രണ്ട്സിനോട്. ഫ്രണ്ട്സിനടുത്ത് എന്താ സംസാരിക്കുന്നേ? ശരി, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറ. ഇന്ന് നിന്നെ ഞാൻ സംസാരിപ്പിച്ചിട്ട് ഞാനിന്ന് വിടത്തുള്ളൂ. ശ്രീനിക, ചാരു, ഓക്കെ. ബോയ്സ് ഇല്ലേ? എത്ര ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്? എല്ലാം കേട്ടു, എല്ലാം മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. സിനിമയിൽ കയറാൻ ഇഷ്ടമാണോ? മൂവിയിൽ കയറാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആരുടെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാ? മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ? ആരെ ഇഷ്ടം? മമ്മൂട്ടി സാർ. മമ്മൂട്ടി സാറിനെയാണോ ഇഷ്ടം? ആണോ? ആണ്. നീ പറയിപ്പിച്ചാണോ മമ്മൂട്ടി? നീ മമ്മൂട്ടി ഫാനാണോ? ഓക്കെ. അപ്പോൾ ഇപ്പം ഭരതനാട്യം, കുച്ചിപ്പൊടി സ്റ്റാർട്ട് ചെയ്തില്ല. കുച്ചിപ്പൊടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഈ ഡാൻസിൽ നമ്മൾക്ക് ഒത്തിരി പുറമേ നിന്ന് കാണുമ്പോഴല്ല, കുറച്ച് ഡിഫിക്കൽട്ടും ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. എന്താണ് ആ ഡിഫിക്കൽട്ട്? അപ്പോൾ അത് മുദ്രാസും അതിന്റെ കൂടെ അരമണ്ഡലൊക്കെ ഇരുന്ന് ചെയ്യാൻ ഇരിക്കുമ്പോ ഈ ഗേൾസിന് പൊതുവെ നമുക്ക് അരമണ്ഡലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ഇരിക്കണം. ഭയങ്കര പെയിൻ ആണ് അത് വരുന്നത് നോർമലി. ഓക്കെ. അത് കൈയൊക്കെ കുറെ നേരം വെക്കുമ്പോ കുറച്ച് നമ്മൾ എത്ര ടൈമാണ് നിങ്ങൾ മേക്കപ്പ് ഇടുന്നത്? ഇപ്പൊ ഈ ക്ലാസിക്കൽ ഡാൻസിന് ഒരു എല്ലാവരും നോക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണെന്ന്, പക്ഷെ ഇത്രയും ടൈം മേക്കപ്പും അത് കഴിഞ്ഞിട്ട് പെർഫോമൻസും കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡ് ആവും. എത്ര ടൈം ഒരു മേക്കപ്പ് ചെയ്യാൻ എടുക്കുന്ന ഒരു നോർമൽ ഭരതനാട്യത്തിന്? 8 മണിക്കാണ് പരിപാടിയെങ്കിൽ ഞങ്ങളൊരു 1 മണി 2 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും മേക്കപ്പും ഡ്രസ്സും. 8 മണിക്കാണെങ്കിൽ 1 മണിക്ക് തീരും. 1 മണിക്ക് പരിപാടി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. 1 മണി 2 മണിയൊക്കെ ആവുമ്പോൾ. അതായത് നൈറ്റ് 8 മണിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങും. 7 hours മേക്കപ്പ് ചെയ്തിരിക്കണം. ഭയങ്കര പാടാ. ഓക്കെ. സമയം എടുക്കും. ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഒത്തിരി ടൈം എടുക്കുമോ? നമ്മൾ വെയിറ്റ് ചെയ്ത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമും കഴിയുമ്പോഴത്തേക്കും എത്ര ഹവേഴ്സാണ് നിങ്ങൾ ഈ ഒരു മേക്കപ്പ് ഫേസിലിടുന്നത്? അനിയത്തി ഉണ്ടായത് ഞങ്ങൾ പറയും പെട്ടെന്ന് ആക്കണേന്ന് പറയും. അവള് ഉറങ്ങും. അങ്ങനെ കുറച്ച് മോളിരിക്കാറുണ്ടോ അങ്ങനെ ഒത്തിരി ടൈമിങ് മേക്കപ്പ് ചെയ്യാനൊക്കെ? പക്ഷെ ഉറങ്ങി പോകത്തില്ല 3 hours മേക്കപ്പ് ചെയ്യാനിരിക്കുമ്പോ? ഞങ്ങള് കിഡ്ലത്ത് പോയപ്പോഴും മേക്കപ്പ് ചെയ്ത് അപ്പൊ അവള് കണ്ണ് തിരിഞ്ഞി, അങ്ങനെ കരഞ്ഞു. സ്റ്റേജ് കയറാൻ ഒരു പേടി ഉണ്ട്. എപ്പോഴെങ്കിലും ഡാൻസിൽ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് മോള് കരഞ്ഞിട്ടുണ്ടോ? കിഡ്ലത്തിന് പോയപ്പോ കരഞ്ഞു. എന്താ?
കിടിലത്തിൽ പോയപ്പം കരഞ്ഞു. കിരീടത്തിന് ഇപ്പൊ കരഞ്ഞോ? ഓന്ന് ചിരിച്ചോണ്ട് പറയുന്നത്. സ്റ്റേജ് കയറണ്ടെന്ന് പറഞ്ഞു. ആ പിന്നെ അവള് സ്റ്റേജിലെത്തിയപ്പോ ഓക്കെ, പിന്നെ വർത്താനൊക്കെ പറഞ്ഞു. അതെന്താ സ്റ്റേജിൽ കയറുമ്പോ സ്റ്റേജ് ഫിയർ ഉണ്ട് മോക്ക്, അതാണോ പ്രശ്നം? സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒറ്റ കളിക്കില്ല, ഞാന് വേണം. ഒറ്റയ്ക്ക് ഇതുവരെയ്ക്കും ഒരു പ്രോഗ്രാമിന് ഡാൻസ് കളിച്ചിട്ടില്ല. അവള് അംഗനവാടി പഠിക്കുമ്പോ എന്തോ കലോത്സവത്തിന് എന്തോ ഒറ്റയ്ക്ക് പോയി, അല്ലാതെ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചിട്ടില്ല. ചേച്ചി വേണം, എന്നിട്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ പാരയൊക്കെ വെക്കുന്നത്. പക്ഷെ എല്ലാവരും ചേച്ചി വേണം. ഹെയർ കെട്ടാൻ ചേച്ചി വേണം, മേക്കപ്പ് ചെയ്യാൻ ചേച്ചി വേണം, ഡാൻസ് കളിക്കാൻ ചേച്ചി വേണം. ചേച്ചി ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണോ ചേച്ചി? ഞാൻ കൊണ്ടുപോട്ടെ വീട്ടില്? ഞാൻ ഒറ്റ മോള, എനിക്ക് സിബ്ലിങ്സ് ഇല്ല, എനിക്കൊരു അനിയത്തില്ല. ഞാൻ കൊണ്ടുപോട്ടെ ചേച്ചീനെ? ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാം. ആ അപ്പൊ ഇപ്പൊ സംസാരിക്കുമല്ലേ? നമുക്കിത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഞാൻ നേരെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകും. കുറച്ച് ദിവസം എന്റെ വീട്ടിൽ നിൽക്കട്ടെ. എനിക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചാണ്. എനിക്ക് ഡാൻസ് പഠിപ്പിച്ചെന്നില്ലല്ലോ മോൾ, അപ്പൊ എനിക്ക് ഡാൻസ് പഠിപ്പിച്ചാൽ വേണ്ടി ഞാൻ കൊണ്ടുപോട്ടെ? അങ്ങനെയാണെങ്കിൽ പിന്നെ കൊണ്ടുപോകും. ഓക്കെ. അപ്പം എപ്പോഴെങ്കിലും ഈ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ഈ ഡാൻസിന് കയറുന്നതിന് മുമ്പ് ഇപ്പൊ ഒത്തിരി ഹൗസ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ, അരയിലൊക്കെ ഇങ്ങനെ മുറുക്കി കെട്ടും, നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഈ ഓർണമെന്റ്സും ഔട്ട്ഫിറ്റും ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയ ടൈം ഉണ്ടായിട്ടുണ്ടോ? ഞാന് ഭരതനാട്യം കലോത്സവത്തിന് ചെയ്യുമ്പോ ഭയങ്കര ഈ മുടി ടൈറ്റായി കെട്ടി കുറച്ച് പെണ്ണ്. വൈറലായ റീൽസ് ഏതായിരുന്നു ഫസ്റ്റ്? ഈ കിടിലം അല്ലാതെ, കിടിലം പ്രോഗ്രാമിന്റെ അല്ലാതെ ഒരു ഇൻസ്റ്റഗ്രാമിൽ രണ്ടുപേരും കൂടി ചെയ്ത വീഡിയോ ഇല്ലേ ഏറ്റവും വൈറലായ? ഒരു 5 million സംതിങ്, 5 millionോ 8 millionോ സംതിങ്. ഞങ്ങള് കേക്കുന്നിക്കാവില് ഞങ്ങള് ഈ പമ്പാഗണൊരു ഡാൻസ് കളിച്ചത് വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇട്ടു. അത് ഭയങ്കര വ്യൂസ് ആയിരുന്നു. ആരാ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി വീഡിയോസ് ഒക്കെ എടുത്തിരുന്ന ആരാ? ആരും എടുത്തിരുത്തില്ലേ? ഉണ്ണിയേട്ടനാണ് റീൽസ് ഒക്കെ എടുത്തു തരുന്നത്. ആരാ ഉണ്ണിയേട്ടൻ? ഒരു ഏട്ടൻ? ആരാ ഈ ഒരു ഏട്ടൻ? അച്ഛമ്മേന്റെ അനിയത്തിന്റെ ചേട്ടനാണ് എടുത്തു തരുന്നത് വീഡിയോസ് ഒക്കെ. ഭയങ്കര അപ്പൊ ഫാമിലി ഒക്കെ റിലേറ്റീവ്സ് ഒക്കെ ഫുൾ സപ്പോർട്ടാ. അമ്മയും അച്ഛനും മാത്രമല്ല, എന്ത് വേണം, എല്ലാരും സപ്പോർട്ടാണല്ലോ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. വീഡിയോ എടുക്കാനായിട്ട് ആദ്യം മടിക്കാറുണ്ടോ വരാനായിട്ട്? അവൾക്ക് ചടപ്പാ. ഒരു വീഡിയോ എടുത്ത് ഇപ്പൊ അത് റെഡി ആയി. മടിയാണെന്നാണ് ഉദ്ദേശിച്ചത്? ചടപ്പ്. ഓക്കെ ഓക്കെ. ഒരു വീഡിയോ എടുത്ത് ഇപ്പം വേറെ വീഡിയോ എടുക്കുമ്പോഴത്തേ അവൾ കുഴയും. അതെന്താ? സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചല്ലോ. അപ്പൊ ഒരു ദിവസം എത്ര റീൽ എടുക്കും? ഒരു ദിവസം 2 റീലൊക്കെ എടുക്കും. ഓക്കെ. പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കാറുണ്ടോ അമ്മയും മോളും ഒക്കെ? എന്താണ് കൂടുതൽ വരുന്ന കമന്റ്സ്? ഓക്കെ ഓക്കെ. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് കമന്റ്സ് അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ? ഫുൾ പോസിറ്റീവ് കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ റീൽസ് ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ സോങ് സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നോ കമന്റ്സിൽ വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും? സോങ് ഇൻസ്റ്റ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഉണ്ണിയേട്ടനും ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. ഫോൺ ഉണ്ടോ അപ്പോ? നോക്കില്ല. ഇല്ല. അമ്മയ്ക്കുണ്ട്. ഈ റീൽസ് എടുക്കാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ? അതേ ഉള്ളൂ, വേറൊന്നുമില്ല. പഠിത്ത കാര്യത്തിൽ മോൾ എങ്ങനെയാ? ABCD ഒക്കെ ഫുള്ളായിട്ട് അറിയോ? അതെനിക്കറിയാം. എന്താ പറഞ്ഞേ? അതെങ്കിലും ഒന്ന് ഞാൻ കേക്കട്ടെ. ഞാനൊന്ന് കേക്കട്ടെ. സൗണ്ട് G H I J K L M N O P Q R S T U V W X Y Z. ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ആൽഫബറ്റ് ഫുള്ള് പറയാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഡാൻസിനെ പറ്റി പറഞ്ഞ്, പാട്ടിനെ പറ്റി പറഞ്ഞ്, സ്കൂളിനെ പറ്റി പറഞ്ഞ് സംസാരിക്കുമല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? ഭരതനാട്യം കഴിഞ്ഞു, മോഹിനിയാട്ടം കഴിഞ്ഞു. ഓക്കെ. കഴിഞ്ഞില്ല? അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്?
അതിന്റെ അരങ്ങേറ്റം. അരങ്ങേറ്റം കഴിഞ്ഞു. എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോയി ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും കുറച്ച് ദൂരോട്ട് ട്രാവൽ ചെയ്തിട്ട് പോയിട്ട്? അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടില്ല. സ്കൂളിലും നാട്ടിലും പിന്നെ ചാനലിലൊക്കെ തന്നെയാണ് കൂടുതലും. എപ്പോഴെങ്കിലും ഈ ചാനലിലുള്ളത് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ റിലേറ്റീവ്സ് അടിപൊളിയാണ് അത്രയും നാള് കണ്ട് പറയാത്തവര് പിന്നെ എപ്പോഴെങ്കിലും കണ്ട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. ഇനി ഈ സിനിമാറ്റിക് ഡാൻസിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. കളിച്ചിട്ടുണ്ടോ അത്? കളിക്കും. പക്ഷെ അങ്ങനെ മോള് സിനിമാറ്റിക് ഡാൻസ് കളിക്കാറുണ്ടോ? ഒരു DJ കിട്ടുന്നത് ഇപ്പൊ തകർക്കും അല്ലേ? തകർക്കും. കുറച്ചുകൂടി ഒരു എളുപ്പം സിനിമ അല്ല ക്ലാസിക്കലാണ് കുറച്ചുകൂടി എളുപ്പം. സിനിമാറ്റിക് ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ അത്ര എയിമില്ല. എന്നാലും പാട്ടൊക്കെ ഇട്ട ഒന്ന് റീൽസ് ഒക്കെ അങ്ങനെയൊക്കെ കളിക്കുമല്ലോ. ഓക്കെ. എപ്പോഴെങ്കിലും പ്രോഗ്രാമിന്റെ ഇടയിൽ ഇപ്പം സ്റ്റഡീസിൽ എക്സാമിന്റെ സമയത്ത് പ്രോഗ്രാം വന്നിട്ടുണ്ടോ? എക്സാമിന്റെ സമയത്ത് രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട്? കോഴിക്കോട് മറ്റേ ഏതോ വയ്യാത്ത കുട്ടികളുടെ സ്കൂളില് എനിക്ക് എക്സാം ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളെ വിളിച്ച് അവർക്ക് ഞങ്ങൾ രണ്ടാളും കാണണം രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ പമ്പാകണത് ഡാൻസ് കളിച്ചു. എല്ലാവർക്കും പമ്പാഗതം ഗണപതിയാണോ കൂടുതലും കളിക്കുന്നത് ഇഷ്ടം? എല്ലാവരും അതാണ് ഇഷ്ടപ്പെട്ട വൈറലായ ഡാൻസ്. ഓക്കെ. അത് എത്ര ദിവസം എടുത്തു പഠിക്കാനായിട്ട്? മൂക്ക് എത്ര ടൈം എടുക്കും പഠിക്കാനായിട്ട്? ഒരു ഡാൻസ് ഇപ്പം കണ്ട് ഒരു 4-5 വർഷം കണ്ട് കുറച്ച് ചെയ്ത് നോക്കിയാൽ ഓക്കെ ആവും. ഇപ്പൊ ഒരു സോങ് ഒരു മ്യൂസിക് ആണെങ്കിൽ എത്ര ടൈം എടുക്കും? എത്ര ദിവസം എടുക്കും പഠിക്കാൻ? ഇപ്പൊ ഒരു സോങ്ങിന് ഒരു 5 മിനിറ്റ് ഒക്കെ കാണുമല്ലോ ഡ്യൂറേഷൻ. 1-2 ദിവസം. 1-2 ദിവസമുള്ള സെറ്റ്? അവിടെ നോക്ക് തള്ളാതെ 1-2 ദിവസത്തിൽ പഠിച്ചെടുക്കുവോ? സീരിയസ് ആയിട്ട്? എന്റെ പൊന്നോ. എപ്പോഴെങ്കിലും സ്റ്റെപ്പ് ഇങ്ങനെ മറന്നു നിന്നിട്ടുണ്ടോ? എന്റെ ദൈവമേ, ആരായിരിക്കുന്നേ? അപ്പൊ എനിക്ക് ഒരു ഇതായി വലുതാകുമ്പോഴത്തേക്കും വലിയ കലാമണ്ഡലമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് പറയല്ലോ, അന്ന് ചെറുപ്പത്തിൽ ഞാനൊരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന്. 2 ദിവസത്തിനുള്ളിലൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ. 2 ദിവസത്തിൽ പഠിച്ചത് ഭയങ്കര പാടാണ്. എനിക്ക് അത്ര കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ താമസിച്ച് പഠിച്ചത്. പക്ഷേ അത് ഭയങ്കര ഇതാണ് കേട്ടോ. എനിക്ക് മനസ്സിലാവും. ഇത്തിരി സ്റ്റെപ്പൊക്കെ സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇടണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഴിവ് തന്നെയാണ്. ഭരതനാട്യം കഴിഞ്ഞു. അപ്പൊ മോളിന് അടുത്ത് പഠിക്കാൻ എന്താണ് വിടുന്നത് വീട്ടിൽ നിന്ന്? കഴിഞ്ഞില്ല. പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഞാനിങ്ങനെ അടവ് ചെയ്യുന്നത് കണ്ട് അവർക്ക് കുറച്ച് ഇതായി. അടവൊക്കെ അറിയാം. ടീച്ചർ എന്ത് അടവ് പറഞ്ഞാലും ഒക്കെ അറിയാം, മനസ്സിലാവും. ചേച്ചി എപ്പോഴും ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നതായിട്ട് അനീതിയും കൂടെ ഒന്ന് കളിച്ചിട്ടുണ്ട്. എനിക്കും കളിക്കണം. എപ്പോഴും ചുമ്മാ ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇട്ടാൽ പോലും ഞാനാ തെറ്റിക്കുന്നത്. ചേച്ചി തെറ്റിക്കുന്നത്. ഓക്കെ. മോള് തെറ്റിക്കാറില്ല? ഇല്ല. ഓക്കെ. അപ്പം അമ്മയും അച്ഛനൊക്കെ എന്താ കൂടുതൽ മേടിച്ചിരുന്നത് ഈ ഡാൻസ് കളിച്ച് വരുമ്പോഴത്തേക്കും? അന്ന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞ? അമ്മയും അച്ഛനൊക്കെ രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെന്തോ പറഞ്ഞു? എന്തോ മേടിച്ചെന്ന അമ്മ അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട്? കേക്കട്ടെ. അമ്മ ഒന്ന് മേടിച്ചു കൊടുത്തോ ഇല്ല ഞാൻ ചോദിക്കട്ടെ. ഒന്നും മേടിച്ചെന്നില്ലേ? കിൻഡർ ജോയ് മേടിച്ചു തന്നോ? വേറെന്തോ മേടിച്ചെന്ന്? ചോക്ലേറ്റ് മേടിച്ചു തന്നു. പച്ച കൊച്ചിന് ചോക്ലേറ്റ് ഒക്കെ മാത്രം മേടിച്ചു കൊടുത്തു. ചോക്ലേറ്റ് മാത്രമാണോ മേടിച്ചു തന്ന അമ്മ? അമ്മ അച്ഛനും മേടിച്ചു തന്നു. ഓക്കെ. ഈ ഡ്രസ്സ് എനിക്ക് തരുമോ? ഈ ഡ്രസ്സ് എനിക്ക് തന്നെ. ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തന്നേക്കോ എനിക്ക്? രണ്ടും തന്നേക്കോ? എനിക്കിടാനല്ലേ, എനിക്ക് കൊള്ളത്തില്ല. അല്ലാതെ എനിക്ക് തരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ്സ്. തരുമോ? ഡ്രസ്സൊക്കെ ഇടാൻ നേരത്തെ ഇങ്ങനെ വഴക്കൊക്കെ ഇടാറുണ്ട്. എനിക്ക് ആ ഡ്രസ്സ് വേണം, ഈ ഫ്രോക്ക് വേണം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അമ്മ ഇട്ട് തരുന്നത് ഇട്ടോളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. വീട്ടിൽ മെയിൻ പരിപാടി പാട്ടും ഡാൻസും അല്ലാതെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? ആരുടെ കിടന്ന് ഉറങ്ങുന്ന? ചേച്ചിയുടെ കൂടെയാണോ? ഞാനും അനിയത്തിയും അമ്മയും ഒരു ബെഡിലാണ് 3 പേര്.
നേരത്തെ ഉറങ്ങാറുണ്ടോ അപ്പൊ അങ്ങനെ? അതോ രാത്രി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വഴക്കിട്ടുണ്ട്? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല അതൊക്കെ ഇല്ലാന്ന്. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. രാവിലെ എണീക്കാൻ പാട്ട് വെക്കണം. പാട്ട് ഇടല് രാവിലെ എണീക്കത്തുള്ളൂ, അങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഭയങ്കര വാശിയായിട്ട് എണീക്കും. പാട്ട് കേട്ടാ പാട്ട് നമ്മൾ വെച്ചു കൊടുക്കും. അപ്പം അത് താനെ എണീച്ച് ഡാൻസിന് സ്റ്റെപ്പ് ഓരോന്നുണ്ടാക്കി കഴിച്ചു. എന്റെ ദൈവമേ, എന്താ ഇത് കേൾക്കുന്നത്? രാവിലെ എണീറ്റ് പാട്ട് ഡാൻസിലാണ് തുടങ്ങുന്നത്. അപ്പം അപ്പൊ ഡാൻസ് അത്രയ്ക്ക് ഞങ്ങളൊക്കെ പഠിപ്പിക്കാലോ പണി. ഡാൻസ് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? അപ്പോ ഭയങ്കര ഇഷ്ടമാ. സ്കൂളിൽ പോകാനേ ഇഷ്ടം? ഡാൻസ് സ്കൂളിൽ പോകാനാണോ ഇഷ്ടം? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. സ്കൂളിൽ പോകാനാണ് ഇഷ്ടം. എന്താ സ്കൂളിൽ പോകാൻ ഇഷ്ടം? ടീച്ചറെ കാണാൻ. ഐ ശരി, ഓക്കെ ഓക്കെ. ഏത് ടീച്ചറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറിന്റെ പേരെന്താ? സ്മിത മിസ്. എന്താ സ്മിത മിസ്സിന് ഇത്ര ഇഷ്ടപ്പെടാൻ റീസൺ? അവളെ LKG മിസ്സാ. ഭയങ്കര കമ്പനിയാണ്. സ്മിത മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അമ്മേനോട് പറയും സ്മിത മിസ് ആയാ മതിയായിരുന്നു. അയ്യോ, അതെന്താ സ്മിത മിസ് ആയാൽ മതി എന്ന് പറയുന്നേ? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഫസ്റ്റ് കളിച്ച ഡാൻസ് ഏതായിരുന്നു മോള്? ഫസ്റ്റ് ടൈം ഈ പമ്പാണതിന്റെ കണ്ടിട്ട് പഠിച്ചതാണ്. ഫുള്ള് പഠിച്ചത് പറഞ്ഞാൽ പമ്പാണതി. ഫുൾ അതാണ് പഠിച്ചത്. പിന്നെ ഞാൻ സ്റ്റേജ് കളിക്കുമ്പോ സ്റ്റേജിന്റെ താഴത്തിരുന്ന് കളിക്കുക. ഓ അങ്ങനെ, സ്റ്റേജിൽ കളിക്കുമ്പോ താഴെ നോക്കി കളിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 2-2.5 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പ് മോള് വലുതാകുമ്പോൾ കിട്ടിയില്ല ഒരു ഡാൻസർ ആവും. 2 വയസ്സിൽ തൊട്ടേ ഭയങ്കര സീനിയായിട്ടൊക്കെ ഡാൻസ് കളിക്കണമെങ്കിൽ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും. നെക്സ്റ്റ് വലുതാകുമ്പോൾ ആരാവണം ആഗ്രഹം? മറ്റേ മിസ്സിന്റെ പേര് പറയല്ലേ? ഡാൻസ് ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. വലുതാകുമ്പോ ഡാൻസ് ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം അല്ലേ? അതെന്താ? ഡാൻസ് ഭയങ്കര ഇഷ്ടമായോണ്ടാണോ? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായോണ്ടാണോ? ഡാൻസ് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് പറയാം. എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ക്യാമറയിൽ നോക്കി ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. എനിക്കില്ല, ക്യാമറയിൽ നോക്കി ഫ്ലൈങ് കിസ്. എല്ലാവർക്കും ഫാൻസിനൊക്കെ ഫ്ലൈങ് കിസ് കൊടുത്തേ. ഓക്കെ, അപ്പം ഫ്ലൈങ് കിസ് കൊടുത്ത് ബായ് പറഞ്ഞേ. ഓക്കെ, അപ്പം ഇനിയും ഒത്തിരി ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മോൾ എന്തായാലും വലുതാകുമ്പോൾ കിഡിലൊരു ഡാൻസറാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാണ്. 2 വയസ്സിലെ തുടങ്ങിയതല്ലേ. അപ്പം 2 പേരും ഇനി നല്ല ഫ്യൂച്ചറിൽ നല്ലൊരു ഇതിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവരെ വന്ന് ചേച്ചിയൊന്നും സംസാരിച്ചില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.